കോഴിക്കോട് വടകര വക്കീൽ പാലത്തിന് സമീപത്തെ പുഴയിൽ 2 വയസ്സുകാരി മരിച്ച നിലയിൽ. കുറുക്കോത്ത് KC ഹൗസിൽ ഹവ്വ ഫാത്തിമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇംതിയാസ് കരീം നൽകും വിവരങ്ങൾ. ഇംതിയാസ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? 2 വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നതും പാലത്തിൽ നിന്ന് വീണാണത്. എങ്ങനെയാണ്? പാലത്തിൽ നിന്ന് കുഞ്ഞു വീഴുകയായിരുന്നു അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഈ സംഭവത്തിൽ? ഹിമ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് വടകരയിലെ വക്കീൽ പാലത്തിന് സമീപത്തെ പുഴയിൽ ഈ 2 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇത് ഈ പുഴയും അതുപോലെ തന്നെ ഈ കുട്ടി താമസിക്കുന്ന വീടും തമ്മിൽ 50 മീറ്റർ മാത്രമാണ് ദൂരപരിധിയുള്ളത്. അതായത് പുഴയോടടുത്തു നിൽക്കുന്ന വീടാണ് ഇവരുടേത്. ഈ വീട്ടുകാർ ഇവരുടെ തൊട്ടടുത്ത ജ്യേഷ്ഠൻ്റെ വീട് ഈ വീടിന് തൊട്ടപ്പുറത്തുണ്ട്. ആ വീട്ടിലേക്ക് ഇവരുടെ ഉമ്മയും ഉപ്പയും ഈ കുട്ടിയും ഒന്നിച്ച് അങ്ങോട്ടേക്ക് പോയിരുന്നു ഇന്നൊരു രാവിലെ 11 മണി സമയത്ത്. അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആണ് കുഞ്ഞിനെ കാണാനില്ല എന്നിവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ 1 മണിക്കൂറോളം കുഞ്ഞിന് വേണ്ടി തിരച്ചിലൊക്കെ പല ഭാഗത്തായി വീടിൻ്റെ പരിസരത്തും മറ്റുമായിട്ടൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള ആളാണ് ഇത്തരത്തിൽ ഈ പുഴക്കരികിൽ ഈ കുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഉടനെ തന്നെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ഇപ്പോൾ അവിടെ നിന്ന് അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുകയും ചെയ്യും. ഇതിലിപ്പോൾ ഈ വീട്ടുകാരെല്ലാം പറയുന്നൊരു കാര്യം, 2 വയസ്സുള്ള കുഞ്ഞാണ്, ചെറിയ ദൂരപരിധിയുള്ള ആ സമയത്ത് കുട്ടി കളിക്കാനും മറ്റുമായിട്ട് ആ ഭാഗത്തേക്ക് നടന്നു പോയതാകാം എന്നാണ് കരുതുന്നൊരു കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം കഴിഞ്ഞാൽ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. വേറെ ദുരൂഹതകളൊന്നും ഇപ്പോൾ ഇതിലില്ല. പോലീസ് അസ്വാഭാവിക മരണത്തിന് എന്തായാലും കേസെടുത്തിട്ടുമുണ്ട്.